എല്ലാവരും നോക്കി നിൽക്കെ ട്രെയിനിന് മുന്നിലേക്ക് ആ സ്ത്രീ തന്റെ കുഞ്ഞിനെ വലിച്ചെറിയുകയായിരുന്നു. പക്ഷെ എവിടെ നിന്നോ ആ യുവാവ് ചാടി വന്ന് ആ കുഞ്ഞിനെ രക്ഷിച്ചു. കുഞ്ഞിന് ഒന്നും സംഭവിച്ചില്ല. പക്ഷേ കണ്ണൻ എന്ന ആ യുവാവിനെ ഏൽക്കേണ്ടി വന്നത് വലിയ പരിക്കായിരുന്നു. അതവനെ പാരലൈസ്ഡ് ആക്കുന്നു. പിന്നൊരു ദിവസം അതേ മെട്രോ സ്റ്റേഷനിൽ വീൽ ചെയറിലെത്തി അവൻ പെട്ടെന്ന് സുഖം പ്രാപിക്കുന്നു. ഈ സംഭവം കണ്ട് ആളുകൾ അത്ഭുതപ്പെട്ടെങ്കിലും കണ്ണന് കാര്യം മനസ്സിലായി. ഹീസ് എ സൂപ്പർ ഹീറോ നൗ. ആക്രിക്കാർക്ക് പോലും വേണ്ടാത്ത ഈ പ്രതിമയ്ക്ക് 2 ലക്ഷം രൂപ വില എന്ന് വാങ്ങാൻ ഈ ചെറുക്കനെന്താ വട്ടാണോ? കണ്ണൻ ആവശ്യപ്പെട്ട പ്രതിമ കവറിലാക്കി കൊടുക്കുന്നതിനിടയിൽ അയാൾ മനസ്സിൽ ഊറി ചിരിച്ചു. എന്നാൽ അയാളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടും മുഖത്ത് യാതൊരുവിധ ഭാവവ്യത്യാസവുമില്ലാതെ കണ്ണൻ അതും വാങ്ങി വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയതും ഒരു ചുറ്റികയെടുത്ത് അവൻ ആ പ്രതിമയെ അടിച്ചു തകർത്തു. ഈ പ്രതിമയുടെ വില എന്താണെന്ന് ഇവിടെ ഉള്ളവർക്ക് ആർക്കും ഇപ്പം മനസ്സിലാവില്ല. ഈ കിടിലൻ ഐറ്റം ഇനി എൻ്റെ കയ്യിലിരിക്കട്ടെ. മുഖത്തൊരു പുഞ്ചിരിയുമായി മനസ്സിൽ ഓരോന്ന് ആലോചിച്ചു കൂട്ടിക്കൊണ്ട് കണ്ണൻ ആ പ്രതിമയുടെ കഷ്ണങ്ങൾ ഓരോന്നായി കയ്യിലെടുത്ത് പരിശോധിക്കാൻ തുടങ്ങി. ആ കഷ്ണങ്ങളിൽ വളരെ ചെറിയ അക്ഷരങ്ങൾ ഉപയോഗിച്ച് എന്തൊക്കെയോ എഴുതി വച്ചിട്ടുണ്ട്. ഒന്നിനു പുറകെ ഒന്നായി എല്ലാ കഷ്ണങ്ങളും നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും കണ്ണൻ അതിശയം തോന്നി. ആ പ്രതിമയുണ്ടാക്കിയവൻ ഒരു കില്ലാടി തന്നെ. ഒരു പുസ്തകം മുഴുവൻ അതിനകത്ത് കൊത്തിവെച്ചിട്ടുണ്ട്. അവൻ ഓരോ കഷ്ണങ്ങളായി പെറുക്കിയെടുത്ത് ആദ്യത്തെ ഭാഗം വായിച്ചു തുടങ്ങി. ഈ പുസ്തകത്തിന് 400 വർഷത്തോളം പഴക്കമുണ്ട്. പരിപൂർണ വിശ്വാസത്തോടെ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ പിന്തുടരുന്നവൻ ഈ ലോകത്തിലെ ഏറ്റവും ശക്തനായ വ്യക്തിയായി മാറും. കൊടുങ്കാറ്റിനോ തിരമാലകൾക്കോ പോലും തകർക്കാനാവാത്ത അത്ര ശക്തൻ. കണ്ണൻ മെല്ലെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ എഴുതിയ കാര്യങ്ങൾ കൂടി വായിച്ചെടുത്തു. ഏകദേശം ഒരു 15 മിനിറ്റ് കൊണ്ട് അവൻ അതെല്ലാം മനസ്സിൽ പതിപ്പിച്ചു. ഷിറ്റ്, ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും കാണുന്നില്ലല്ലോ. ഇനി ബാക്കിയുള്ളതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കും? ഇതാകെ പൊല്ലാപ്പായല്ലോ. എങ്കിലും വിട്ടുകൊടുക്കാൻ അവൻ തയ്യാറായിരുന്നില്ല. അവൻ വീണ്ടും ആ പ്രതിമയിലെ ഓരോ കഷ്ണവും പരിശോധിച്ചു. ആ പ്രതിമയുടെ ഉൾവശത്തായി ഒരു മനുഷ്യന്റെ മുഖം കൊത്തി വരച്ചിരിക്കുന്നത് അവൻ കണ്ടു. ആ മുഖം ആരുടേതാണെന്ന് മനസ്സിലായതും അവൻ ഞെട്ടലോടെ ആ കഷ്ണം ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ഇത് എന്റെ മുഖമല്ലേ? ഇതെങ്ങനെ? 400 വർഷങ്ങൾക്ക് മുൻപേ നിർമ്മിക്കപ്പെട്ടുവെന്ന് കരുതുന്ന ആ പ്രതിമയ്ക്കുള്ളിൽ എങ്ങനെയാണ് കണ്ണന്റെ മുഖം വന്നത്? കണ്ണന്റെ ജീവിതം മാറ്റിമറിക്കുന്ന സംഭവ ബഹുലമായ മുഹൂർത്തങ്ങൾ കേട്ടറിയൂ കുക്കു FM-ലുള്ള എക്സ്റേ കണ്ണനിലൂടെ. ഇൻസ്റ്റാൾ ദി ആപ്പ് നൗ.